അപ്പോൾ മക്കളെ, ഇതാണ് നമ്മളെ രേണാസുതി കേട്ടോ. രേണു തങ്കച്ചൻ. എനിക്കൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ ഇവളൊരു ഭർത്താവ് മരിച്ച ഭാര്യയാണ്. ആ ഒരു ചിന്ത ഇവളെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും ഇവൾ ഇങ്ങനത്തെ വേഷം ധരിക്കൂല, അത് ഉറപ്പാണ്. പറയുമ്പോൾ അവളും അറിയും, ഞാനെന്നാൽ പിന്നെ ഭർത്താവ് മരിച്ച വിധവയായിട്ട് വീട്ടിൽ കുത്തിരിക്കാം. അതിന് ഒരുപാട് ആൾക്കാർ അവളെ ഭാഗത്ത് കൂടി സംസാരിക്കുന്ന ആളുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ ഒന്നും പറയാനില്ലാന്ന് തോന്നും. കാരണം എന്ന് വെച്ചാൽ ഇവൾ ഈ ഇങ്ങനത്തെ മോശപ്പെട്ട ഡ്രസ്സ് എപ്പം ഇവൾ ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിലും ഇവൾ ഈ മാറിൻ്റെ ഇട കാണിച്ചിട്ടുള്ള ഡ്രസ്സ് അല്ലാണ്ട് ഇവൾ വേറെ ഒന്നും ധരിക്കില്ല. ഇവൾ 2026 മോഡലിലെ വിധവയാണ് അല്ലേ. ഇനി എല്ലാവരും ഇതേപോലെ ഇറങ്ങണമെന്നാണോ, ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വിധവകൾ ഇറങ്ങേണ്ടതെന്ന് എന്നുള്ള ഒരു ന്യൂ ജനറേഷനായിട്ടായിരുന്നു തോന്നുന്നു ഇവളെ ഒരു മോഡൽ കാണിച്ചു കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവൾ ഇപ്പം മഹാബടക്ക് കള്ളുകുടിയും എന്താ പറയുക, വേണമെങ്കിൽ കഞ്ചാവും ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പം എന്ന് വെച്ചാൽ ഇവൾ ഉടുക്കുന്ന ഡ്രസ്സ് എല്ലാം മാറിൻ്റെ 2 അടിയും ഇങ്ങനെ കാണിച്ച്, എന്തിനാ നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നു? എന്നാൽ പിന്നെ നിനക്ക് ആ മാറങ്ങ് പുറത്തിട്ടിട്ട് നടന്നാൽ പോരെ. പിന്നെ ഒരിക്കൽ നീ ഇങ്ങനെ ഈ രീതിയിൽ മറക്കേണ്ട ഒരാവശ്യമില്ല നിനക്ക്. എന്തായാലും നീ ഉണ്ടല്ലോ, നിനക്കൊരു മുദ്രയുണ്ട് വിധവ, അതൊരിക്കലും നീ മറക്കാൻ പാടില്ല. നീ എത്ര വല്ല അഭിനയിച്ചാലും. കാരണം എന്ന് വെച്ചാൽ ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയല്ലേ നീ, എന്നിട്ടാണ് നീ തിരഞ്ഞെടുത്ത ഒരു വഴിയാണ് അഭിനയം. അതും ഏത് രീതിയിൽ അഭിനയം പല വിധത്തിലുണ്ട്. പക്ഷേങ്കിൽ നീ അഭിനയിക്കുന്നല്ല റൊമാൻറ്റിക്കായിട്ട്, അതായത് എല്ലാവരും കെട്ടിപ്പിടിച്ച് പബ്ലിക് വേസിൽ ചുംബിക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, എല്ലാവരും കൂടെ നിന്നെ കുഞ്ഞിനെ മാതിരി എടുത്തിങ്ങനെ താലോലിക്കുന്നത്, ഇതൊന്നല്ലടോ ഒരു വിധവക്ക് പറ്റിയ അഭിനയം. ഇതല്ല കേട്ടോ. അറിയുന്നില്ലെങ്കിൽ പോയിട്ട് പഠിക്ക്.